ഹലോ, ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 2024 ലാസ്റ്റത്തെ ഇൻട്രോ ആണ് അല്ലേ? ലാസ്റ്റത്തെ വീഡിയോ, ലാസ്റ്റത്തെ ചായ കുടി. ഈ വർഷത്തെ എന്റെ അമ്മ, ഈ വർഷത്തെ ഞങ്ങൾ ചായ കുടിയാണ്. എല്ലാവരുടെയും ഈ വർഷത്തെ ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്ന് രാവിലെ ഇഡ്ഡലി ആയിരുന്നു, അത് മാവ് അപ്പൊ ദോശ ഉണ്ടാക്കി, ചമ്മന്തി കുറച്ച് മിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുകയാണല്ലോ. ഇത് കട്ടൻ ചായ ഉണ്ട്, ചായ ഉണ്ട് കേട്ടോ, പാല് വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുക്കള ചെയ്യുന്നതാണ് കഴിക്കുന്നത്. ആവുട്ടൻ ഉറങ്ങുവാണ് അല്ലേ? അവർക്ക് എഴുന്നേക്കാറായിട്ടുണ്ട്. കുറച്ച് ഞാൻ കുളിച്ചു. 2024 ഇനി കുളിക്കാനാണ്. 6 മാസം കുളിച്ചു. അച്ഛൻ കുളിച്ചിട്ടില്ല ഇതുവരെ, പോയി കുളിക്കും അല്ലേ? അപ്പം എന്തായാലും ന്യൂ ഇയറിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? എവിടെയൊക്കെ എന്തോ ഒരു ദ്വീപിലെങ്ങാണ്ട് 2025 പുലർന്നെന്നും പറഞ്ഞുകൊണ്ട് ആണോ? ഏറ്റവും ആദ്യം ഇതാകുന്നത് ന്യൂസിലൻഡിൽ അങ്ങനെ കണ്ടല്ലേ? അതാ പറഞ്ഞു, അങ്ങനെയാണ്. പക്ഷെ ഇത് വേറൊരു രാജ്യം, ഒരു ദ്വീപാണ്, ഏറ്റവും ചെറിയ ദ്വീപ്, അങ്ങനെയാണ് പറഞ്ഞത്. ഗിർബാത്തോ അങ്ങനത്തെ സംഭവം പറഞ്ഞു. എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ഓൾറെഡി 2025 പിറന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ്. ഓരോ രാജ്യത്തും ഓരോ ഇതാണല്ലോ സമയത്തിന്റെ അല്ലേ? ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ന്യൂസിലൻഡിലാണ് ഏറ്റവും ആദ്യം ആവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ. അപ്പൊ 2024 നമ്മളോട് വിട പറഞ്ഞു പോകാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തോ ഒരു വിഷമമില്ലേ? ഉണ്ടോ? എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. നമ്മളെല്ലായിടത്തും ഇങ്ങനെ 2024 2021 എഴുതി 2025 ഏറ്റവും മാറിപ്പോണത് ആൾക്കാർക്ക്, അതായത് സ്ഥിരമായിട്ട് ഡേറ്റ് അങ്ങനെയൊക്കെയാണ്, ഡേറ്റ് മാറിപ്പോകുന്നത്. ഇനി അത് തന്നെ എഴുതും, 24 തന്നെ എഴുതും. സാധാരണ ബാങ്കുകളിലൊക്കെ പോകുമ്പോഴേ, ബാങ്ക് നമ്മളിപ്പം എങ്ങനെ എഴുതുന്നത്, സ്ഥിരമായിട്ട് ഡേറ്റ് എഴുതേണ്ടി വരുന്ന ആൾക്കാരുണ്ടല്ലോ. മാറിപ്പോയി 25 എന്നുള്ളത് 24. അപ്പൊ അതാണ് ഏറ്റവും വലിയതൊരു 2025 24 വരെ ഓർക്കുമ്പോൾ ഏറ്റവും പറ്റുന്ന വരുന്ന അതാണ് എഴുതുന്നവരാണ്. അപ്പൊ ഇനി നമുക്ക് എവിടെയും 2024 എന്ന് എഴുതാൻ പറ്റത്തില്ല അല്ലേ? ഇന്നും കൂടെ എഴുതാൻ പറ്റും. സംഭവിച്ച കാര്യങ്ങൾ അത് ശരിയാ, അങ്ങനെ എഴുതാം. നമ്മുടെ ഈ പ്രസന്റ് സിറ്റുവേഷനിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? എനിക്കൊരു വിഷമമുണ്ട്. എനിക്കിങ്ങനെ എല്ലാ വർഷവും പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം ഒരുപാട് സന്തോഷമുള്ള വർഷമാണ്. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഒരു കാര്യം പറഞ്ഞില്ല ചാച്ചാ, അച്ഛൻ്റെ ഒരു ഡ്രീം നടന്ന വർഷമാണ്. അങ്ങനെയല്ല, എന്നാലും ഫോൺ മേടിക്കാൻ പറ്റിയില്ലേ? ഇത് എന്താ നമ്മള് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അവളുണ്ടായതിനെ കുറിച്ച്, അവളെ. പിന്നെ എന്താ പറഞ്ഞ ഫോണ്, അത് ഞാൻ ഓർത്തിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ഫോൺ പോയതുകൊണ്ട് മാത്രമാണ് അതിനെ കുറിച്ച് ചിന്തിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അത് യൂസ് ചെയ്തന്നെ ഒരു കുഴപ്പമില്ലായിരുന്നെങ്കിൽ. കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഫേസ്ബുക്ക്, യൂട്യൂബ് നമ്മൾ യൂസ് അങ്ങനെയാണ്, അത് രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല. ആ ഫോണിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാലും അതൊരു നല്ല കാര്യമല്ലേ? നമ്മൾ അത്യാവശ്യം നല്ല ഇച്ചിരി റേറ്റ് ഒക്കെ ഉള്ള ഫോൺ മേടിച്ചപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കുറെ വർഷങ്ങൾ നല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് നടത്തിയൊരു കാര്യമല്ലേ അത്രയും വരെയുള്ള ഫോൺ മേടിക്കുന്നല്ലേ? അപ്പൊ ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതെ. അപ്പൊ ഞങ്ങള് നമ്മുടെ 2024 അവസാനത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ആയിരിക്കും. അപ്പൊ ആ വർഷം മുഴുവനും കപ്പയും മീനും ആയിരിക്കുമോ? അങ്ങനെയൊക്കെ പറയുന്നേക്കാം അല്ലേ? 1-ാം തീയതി അടി കിട്ടിയ പിന്നെ എല്ലാ ദിവസവും അടി കിട്ടും അല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നേക്കാം കേട്ടോ. പുതിയ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അല്ലേ, അങ്ങനെയൊക്കെ ആളുകൾ എടുക്കും. ഇന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഞാൻ എങ്ങനെയായിരുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകും, നന്നായിട്ട് പഠിക്കും, രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കും. ഇതൊന്നുമില്ല. ആദ്യത്തെ 1-2 ദിവസം ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ്. അതുപോലെ ഞാൻ പറയുമ്പോഴാണ്, നാളെ മുതൽ 1-ാം തീയതി മുതൽ ഞങ്ങൾ നല്ല നല്ല വീഡിയോസ്, നല്ല കണ്ടന്റുള്ള വീഡിയോസ് മാത്രം ഇടാൻ ശ്രമിക്കുന്നതാണ്. ഒരിക്കലും പറയത്തില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് അല്ലേ? ഞങ്ങളുടെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ കണ്ടന്റ് വീഡിയോസ് മീൻസ് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ എല്ലാം കണ്ടന്റുള്ള വീഡിയോ എന്ന് പറയാൻ പറ്റില്ലല്ലേ? അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. നമ്മുടെ എന്നും പോകുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ലൈഫ് അല്ലേ? പിന്നെ നല്ല കാര്യങ്ങൾ, കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം അല്ലേ?
എന്താ പറയാനുള്ള പുതിയ വർഷം? എന്താ വന്നു കഴിയുമ്പോൾ പറയാം. നാളെ ഏറ്റവും വലിയൊരു വൈദ്യുതി പ്രശ്നമല്ല. ഒരിക്കലും മറക്കാത്തൊരു ദിവസമാവും മിക്കവാറും. സംബന്ധിച്ചിടത്തോളം ഇതുവരെ അറിയില്ല. കാരണം ആദ്യത്തെ ഇത് വെച്ചിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ അവന്റെ നാളെ കുഞ്ഞിന് വാക്സിനേഷന്റെ ഡേറ്റ് ആണ്. കാരണം 1-ാം തീയതി എന്ന് പറഞ്ഞത് അത് ബുധനാഴ്ച ആയി പോയി. അതൊന്ന് സാധാരണ എല്ലാ ബുധനാഴ്ചകളിലുമാണ് വാക്സിനേഷൻ ഡേറ്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് 1-ാം തീയതി ആ കറക്റ്റ് ഡേറ്റ് ഒക്കെ വെച്ച് കറക്റ്റ് 1-ാം തീയതി നമ്മളിപ്പോ 1-ാം തീയതി നമുക്ക് ബുക്കുകൾ എഴുതി തന്നു 1/1/25. അപ്പൊ അവിടെ നിന്ന് ചോദിച്ചപ്പോ നമ്മൾ ആദ്യം അവിടെ ആയിരുന്നല്ലോ എടുത്തോണ്ടിരുന്നത്. 2 വാക്സിനേഷൻ എടുത്തത് മുരിക്കാശ്ശേരിയായിരുന്നു, ബനാറങ്ങാട്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ 1-ാം തീയതി അവധിയാണെന്ന് ചോദിച്ചു. അല്ലെന്ന് പറഞ്ഞു. കാരണം ഈ 1-ാം തീയതി എന്ന് പറയുമ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് പക്ഷെ ന്യൂ ഇയർ അവധി ദിവസമല്ല, 2-ാം തീയതിയാണ് അവധി ദിവസം. ഓക്കെ, അതൊക്കെ. പക്ഷെ അല്ല നമ്മൾ ഓർത്തത്. കാരണം സാധാരണ 1-ാം തീയതി ആണ്ടുപിറവി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞ അവധിയൊന്നുമല്ല. അപ്പൊ അങ്ങനെ നാളെ ആ ഒരു ഇതാണ്. കാരണം കാരണം 3 ഇഞ്ചക്ഷന് പിന്നെ സിറപ്പ് എത്രയാന്ന് തുള്ളിമരുന്ന് എത്രയാന്ന് അറിയത്തില്ല. അവൾ ആദ്യം നല്ല രീതിയിൽ പനിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പേടിയുണ്ട്. കാരണം അന്ന് എല്ലാരും ഉണ്ടായിരുന്നു, അന്ന് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അന്ന് വലിയ വഴക്കായിട്ടില്ലായിരുന്നു കേട്ടോ, ഓവർ വഴക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ പനിയുടെ പ്രശ്നം നല്ല രീതിയിൽ പനിച്ചു. അപ്പൊ അതാണ് ഏറ്റവും വലിയ നാളെ 1-ാം തീയതി നമ്മുടെ ന്യൂ ഇയർ ചലഞ്ചാണ് കേട്ടോ. 2020 ഏറ്റവും വലിയ ചലഞ്ച് ആയിരിക്കും അതല്ലേ, തുടക്കം തന്നെ. ഔട്ടന്റെ വാക്സിൻ അവളും ഒരിക്കലും അറിയത്തില്ല. നമുക്ക് പറയാലോ 1-ാം തീയതി ആയിരുന്നു ഇതിന്റെ വാക്സിനേഷൻ അല്ലേ. അപ്പൊ 1-ാം തീയതി ഒക്കെ കൊണ്ടുപോയി മറ്റേ കാത് കുത്തണം 1-ാം തീയതി. അപ്പൊ പിന്നെ അതൊരിക്കലും മറക്കത്തില്ല. 1-ാം തീയതി നാളെ ഈവൻ സത്യം പറഞ്ഞ ഇപ്പം വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് അതിനൊരു മനസ്സ് വരുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല. കാരണം എല്ലാരും പറയുന്നുണ്ട് ഒരുപാട് ഈ ഇതാവുന്നതിന് മുമ്പ് തന്നെ പെയിൻ കുറവായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് തോന്നുന്നില്ല. കാരണം അവർക്ക് ചെറുതാണെങ്കിൽ പോലും ആ സമയത്തെ വേദന ഉണ്ടെന്നൊക്കെ പറയും. നമുക്ക് അറിയത്തില്ലോട്ടോ. പിന്നെ തട്ടുമ്പോ വേദന എടുക്കുമായിരിക്കുമല്ലോ അല്ലേ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം വേദന കൈ പിടിക്കുന്ന ഒരു ഇതില്ലോ, ഒരു കാര്യത്തിലോട്ടും കൈ എത്തുന്ന അത് അത്രത്തോളം ആയിട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ. ആയിരിക്കും. പക്ഷെ നമുക്ക് ആള് കുഞ്ഞാണല്ലോ എന്ന് ഓർക്കുമ്പോ ചെയ്യാൻ ഭയങ്കര ഒരു വിഷമം കേട്ടോ. പക്ഷെ ഈ വാക്സിൻ എടുക്കുന്ന അതിനെയൊക്കെ തന്നെ അത്രയും പോലും കാണത്തില്ലായിരിക്കും. വാക്സിന് 3 കുത്തുണ്ടല്ലോ, ഇത് 2 വരുള്ളൂ. അപ്പൊ എന്തായാലും കുത്തുവാണെങ്കിൽ നല്ലായിരുന്നു ഓർത്തിരിക്കാനല്ലേ, രസമായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. നാളെ നമ്മുടെ 1-ാം തീയതി ആയിട്ട് നമ്മുടെ വാക്സിനേഷൻ വീഡിയോ നമ്മൾ ഇടുന്നില്ല. വാക്സിനേഷൻ വീഡിയോ പറഞ്ഞാണ്. കാരണം അതാണ് ഏറ്റവും വലിയ ഇപ്പം നമുക്ക് അതൊരു ടാസ്ക് ആണ്. ഓർക്കാൻ പേടിയാണ്. ഈ ഇഞ്ചക്ഷൻ മുഴുവൻ തുള്ളിമരുന്നാക്കിയാലോ അങ്ങനെ ആക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. പിള്ളേർ നല്ലൊരു വേണ്ടിയിട്ടാണ്. ഒരു ദിവസത്തിനുള്ള ഈ വേദനയൊക്കെ ഒരു ദിവസത്തിനൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ പനിക്കാനുള്ള ഒരു കടമ്പ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. നമ്മൾ 4 ദിവസത്തിന് ഈ വഴക്കങ്ങനായിട്ടില്ല. പക്ഷെ തളർന്നു നടന്നിങ്ങനെ ഇതാണ് എപ്പോഴും ഫുൾ ടൈം ഒരു മൂടുണ്ടാവില്ല. അവളവിടെ ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് അങ്ങനെ അവൻ വഴക്കുണ്ടാക്കിയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്ത് വഴക്കാന്ന്. പക്ഷെ അന്നേരം ഞാനിങ്ങനെ പറയായിരുന്നു, അലമ്പായിട്ട് കാറിക്കൊണ്ടിരുന്നിരുന്ന രസം ഉണ്ടായിരുന്നു. ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അപ്പൊ അതാണ് നമ്മുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത് അല്ലേ. 1-ാം തീയതി തന്നെ നമുക്ക് നല്ല പണിയുണ്ട്. പിന്നെ ചായ കുടിച്ചോളൂ. അപ്പൊ പിന്നെന്താണ്, വേറൊന്നും ഇല്ലല്ലേ. അപ്പൊ എല്ലാവർക്കും അടിപൊളി ഒരു ഹാപ്പി ന്യൂ ഇയർ അല്ലേ ആശംസിക്കുന്നു. എന്റെ പേരുള്ള വെച്ച് മറിഞ്ഞു പോയോ? അതെ, ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടെ ചൂലിരിപ്പെട്ട അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ സാധാരണ ഇവിടെ താഴെ ഇടുമായിരുന്നു. അപ്പൊ ഞാനിത് കണ്ടപ്പം ഇത് പ്ലാസ്റ്റിക്കിന്റെ ചൂലായതുകൊണ്ട് ഇങ്ങനെ ഇടുവാണെങ്കിൽ അത് ഒടിഞ്ഞു പോകില്ല കേട്ടോ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ വളഞ്ഞിരിക്കും. ഞാനത് കാണാതെ ചെരിച്ച് പിടിക്കും. പിന്നെ അത് കിട്ടും. വീഡിയോക്കകത്ത് കാണിക്കുന്നില്ല. എല്ലാ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ. അത് നമ്മള് അടുക്കളയിൽ വെച്ചിരിക്കണതെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മാത്രം അടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് മറ്റൊന്നും ഇല്ലാത്തതിനൊക്കെ അതുകൊണ്ടാണ് ചൂല് നമ്മള് ഇട്ടേക്ക ആ വഴിക്കങ്ങ് പോയിട്ടേക്ക. അപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ പുതുവത്സരാശംസകൾ. അതെ, സത്യം. ഞാൻ എന്താ പറയാൻ വന്നത്, ഞാൻ പറയാൻ വന്നത്
വേണ്ട. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.